Good morning. Today going to talk about noise pollution. Environment and ecology എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോയ്സ് പൊല്യൂഷൻ. സൗണ്ട് ഈസ് മെയിൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ മെനി ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. നമ്മൾ അനിമൽസ് ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സൗണ്ട് എന്ന് പറയുന്നത്. എ ലോ സൗണ്ട് ഈസ് പ്ലസൻറ്റ് ആൻഡ് ഹാംലെസ്. ലോ സൗണ്ട് ആണെങ്കിൽ നമുക്കത് പ്ലസൻ്റ് ആണ്, ഹാംലെസ് ആണ്. എ ലൗഡ് അൺപ്ലസൻറ്റ് അൺവാണ്ടഡ് സൗണ്ട് ഈസ് കോൾഡ് നോയ്സ്. അൺപ്ലസൻ്റ് ആയിട്ടും അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടാണ്, ലൗഡ് സൗണ്ടാണ് നോയ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എ ഗിവൺ സൗണ്ട് ക്യാൻ അപ്പിയർ മ്യൂസിക് ടു സം ആൻഡ് നോയ്സ് ടു അതേഴ്സ്. അതായത് ഒരു സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് മ്യൂസിക് ആണെങ്കിൽ തന്നെയും അതെന്താണ്, നോയ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലൗഡ്നെസ്, ഡ്യൂറേഷൻ ആൻഡ് മൂഡ് ഓഫ് പേഴ്സൺ. ഈ സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ലൗഡ്നെസ്സിൻ്റെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ കുറച്ച് സമയം ഒരു ചെറിയ സൗണ്ട് ആയാലും നമ്മൾ കുറച്ച് സമയം കേൾക്കുമ്പോൾ അത് നമുക്ക് അസ്വസ്ഥതയില്ല. ആ സൗണ്ട് തന്നെ ലോങ് ടൈം നമുക്കത് കേൾക്കാനിടയാൽ അതൊരു നോയ്സ് പൊല്യൂഷനാണ്. അതേപോലെ തന്നെ മൂഡ് ഓഫ് പേഴ്സൺ, നമ്മുടെ ഒരു ചെറിയ സൗണ്ട് ആണെങ്കിലും മൂഡനുസരിച്ച് അത് പൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഓരോരുത്തരുടെ മൂഡിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. നോയ്സ് എന്ന് പറയുന്നത് നോസിയ ആൻഡ് സീ സിക്നെസ് ആണ്. എ ഫിസിക്കൽ ഫോം ഓഫ് പൊല്യൂഷൻ, ഒരു ഫിസിക്കൽ ഫോം ഓഫ് പൊല്യൂഷനാണ് നോയ്സ് പൊല്യൂഷൻ. എയർ, ഇറ്റ് ഈസ് നോട്ട് എ ഹാംഫുൾ ടു എയർ, സോയിൽ ആൻഡ് വാട്ടർ, എഫക്ട് ദ അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. അത് മറ്റുള്ളതിൻ്റെ പോലെ എയറോ സോയിലോ വാട്ടർ പൊല്യൂഷനോ പോലെ അനിമൽസിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. നോയ്സ് ഈസ് അൺവാണ്ടഡ് സൗണ്ട് ദാറ്റ് ഈസ് അൺപ്ലസൻറ്റ്, ലൗഡ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആണ്. ഹ്യൂമൻസിനെയാണ് അത് കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഹ്യൂമൻസ് ഹാവ് ഹിയറിംഗ് റേഞ്ച് കോൾഡ് ഓഡിയബിൾ റേഞ്ച്. ഓഡിയബിൾ റേഞ്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി ആൻഡ് ലൗഡ്നെസ് ഓഫ് സൗണ്ട്. ഓഡിയബിൾ റേഞ്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി അനുസരിച്ചിരിക്കും. For a person, normal hearing frequency range 20 to 20,000 Hz. The loudness range 0 to 110 decibels. സൗണ്ട് ഈസ് മെഷേർഡ് ബൈ ഡെസിബിൾസ്. ഡെസിബിൾസിനാണ് അത് മെഷർ ചെയ്യുക. 20 ആണ് നമുക്ക് ഓഡിയബിൾ ആവുന്ന സൗണ്ട്. അത് ചില സ്ഥലത്ത് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൗണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. സോഴ്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ. മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് യൂസ് ബിഗ് മെഷീൻസ് വിച്ച് ആർ കേപ്പബിൾ ടു പ്രൊഡ്യൂസിങ് നോയ്സ്. ഇൻഡസ്ട്രിയിലെ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പലതരം എക്യുപ്മെൻറ്റ്സ്, കംപ്രസേഴ്സ്, ജനറേറ്റേഴ്സ്, എക്സോസ്റ്റ് ഫാൻസ്, ഗ്രൈൻഡിങ് മിൽസ്, അതൊന്നൊക്കെ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Poor urban planning. Most of the developing countries, poor urban planning is vital role. Congested houses, large families sharing small space, parking lots, street noise, അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് പുവർ അർബൻ പ്ലാനിങ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ ഇവൻറ്റ്സ്. നോയ്സ് ഈസ് എ പീക്ക് മോസ്റ്റ് സോഷ്യൽ ഇവൻറ്റ്, വെദർ ഇറ്റ് ഈസ് മാരേജ് പാർട്ടീസ്, പബ്സ്, ഡിസ്ക് ഓർ പ്ലേസ് ഓഫ് വർഷിപ്പ്. People normally defy rules set the local administration and create nuisance in the area. Social events in transport. Large number of vehicles, roads, aeroplanes, trains provide heavy noise. Construction activities, mining, construction of bridges, dams, building stations, roads, flyovers take in almost every part of the world. Household chores. We people are surrounded by gadgets, use them extensively our daily life. TV, mobile, mixer, grinder, pressure cooker, vacuum cleaner, വാഷിംഗ് മെഷീൻ, ടയർ, കൂളർ, അതിനുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഫയർ വർക്ക്സ് ഇസ് കോമൺ തിങ് ഡ്യൂറിങ് വേരിയസ് ഫയർസ്. ഫെസ്റ്റിവൽസ്, ഫയറൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫയർ വർക്ക്സ്, വെടിക്കെട്ട്, എയർ പൊല്യൂഷനും അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷനും ഉണ്ടാക്കുന്നുണ്ട്. അഗ്രികൾച്ചറൽ മെഷീൻ, ട്രാക്ടർ, ട്രാഷേഴ്സ്, ഹാർവസ്റ്റേഴ്സ്, ട്യൂബ്വെൽസ്, അതൊക്കെ കുഴൽക്കിണർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പവർ ഡ്രിൽസൊക്കെ ഡ്രില്ല് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഡിഫൻസ് എക്യുപ്മെൻറ്റ് ആൻഡ് ലോഞ്ചിങ് സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ ഡിഫൻസിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. മിസ്ലാനിയസ് സോഴ്സ്, ഇതല്ലാതെ തന്നെ റിപ്പയർ ഷോപ്പിൽ നിന്ന്, മാർക്കറ്റ് പ്ലേസിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള പലതരത്തിലുള്ള നോയ്സുകളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഇഫക്റ്റ് ഓഫ് നോയ്സ് പൊല്യൂഷൻ. ഹ്യൂമൻ റെസ്പോൺസ് ടു നോയ്സ് വേരി ഫ്രം മാൻ ടു മാൻ അക്കോർഡിംഗ് ടു ഏജ് ആൻഡ് ടെമ്പർമെൻറ്റ്. അത് നമുക്ക് ഓരോരുത്തരുടെ ഏജും നമ്മുടെ ടെമ്പർമെൻറ്റ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മൂഡ് ഒരു നോയ്സ് പൊല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓഡിയറി ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ഡെഫ്നെസ് ആൻഡ് ഓഡിയറി ഫാറ്റിഗ്. ഡെഫ്നെസ് ഈസ് ഇംപയർഡ് ഹിയറിംഗ്. Prolonged exposure of noise lead to gradual deterioration of the internal air and subsequently hearing loss or deafness. സ്ഥിരമായിട്ടൊരു സൗണ്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിനെ അത് ഗ്രാജുവലി ഡിറ്റീരിയേഷൻ വരികയും
കേൾവിക്കുറവ് സംഭവിക്കുകയും ചെയ്യും. ഇറ്റ് മേ ഒക്കർ ഡ്യൂ ടു കണ്ടിന്യൂസ് എക്സ്പോഷർ ഓഫ് നോയ്സ് ലെവൽ ഓഫ് മോർ ദാൻ 90 decibels. 90 decibelsനും കൂടുതലുള്ള സൗണ്ട് എപ്പോഴും കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഓൾറെഡി ഡെഫ്നെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നോൺ ഓഡിയേറ്ററി എഫക്റ്റ്, ഇറിറ്റേഷൻ ആൻഡ് അനോണിയസ്. നോയ്സ് സംടൈംസ് ലീഡ്സ് ടു ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് മേക്ക് പീപ്പിൾ ലോസ് ദെയർ ടെമ്പർ. നമുക്ക് നോൺ ഓഡിയേറ്ററി എഫക്റ്റ് അല്ല, ഈ സൗണ്ട് കേട്ടുകൊണ്ടിരുന്നാൽ ഇയറിന് പ്രോബ്ലം ഉണ്ടാകുന്നതിനേക്കാളും അതേപോലെ തന്നെ പ്രശ്നമാണ് മെൻ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വർക്ക് എഫിഷ്യൻസി കുറയുന്നു. ഇറ്റ് മേ ഒബ്സർവ്ഡ് നോയ്സ് റെഡ്യൂസസ് ദ എഫിഷ്യൻസി ഓഫ് വർക്ക്. സൈക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈലേഷൻ ഓഫ് ദ പീപ്പിൾ, പെയിലിംഗ് സ്കിൻ, ടെൻസിങ് വോളണ്ടറി മസിൽസ്, ഡിമിനിഷിങ് ഗ്യാസ്ട്രിക് സെക്രേഷൻസ്, ഇൻക്രീസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഫിസിക്കലായിട്ടുള്ള എഫക്റ്റുകളും നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. മസിൽസ് വോളണ്ടറി മസിൽസ്, നമുക്ക് മസിൽസിന് കുറയുന്നു, സ്കിന്ന് എന്താ പറയുക പെയിൽ ചെയ്യുന്നു, വിളറുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ നോയ്സ് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതർ ഹെൽത്ത് ഇഫക്റ്റീവ്സ് ഓൾസോ ഹെഡേക്ക്, ഗിഡിനെസ്, സ്വെറ്റിംഗ്, നോസിയ, ഹാർട്ടേക്ക്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് ഹെഡേക്ക് ഉണ്ടാകുന്നു, ഗിഡിനെസ് ഉണ്ടാകുന്നു, വേർപ്പ്, ഓക്കാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്ഷീണം ഒക്കെ വരുന്നു. ട്രബിൾ കമ്മ്യൂണിക്കേറ്റിംഗ്. ഹൈ ഡെസിബൽ നോയ്സ് ക്യാൻ പുട്ട് ട്രബിൾ ആൻഡ് നോട്ട് അലൗ ടു പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഫ്രീലി. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് നല്ല സൗണ്ടുള്ള സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ഇഫക്റ്റ് ഓൺ ആനിമൽസ്. ആനിമൽസ് റിലേ ഹെവി ഓൺ സൗണ്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ഫൈൻഡ് ഫുഡ്, അവോയ്ഡ് predators. Pets react more aggressively due to exposure of constant sound. അതായത് ആനിമൽസിന് ഇതുപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. അത് നമുക്ക് തിരിച്ചറിയുന്നത് പെറ്റുകളൊക്കെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെ റിയാക്ട് ചെയ്യും. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആയിട്ട് റിയാക്ട് ചെയ്യും. മാൻമെയ്ഡ് നോയ്സ് എഫക്റ്റിംഗ് മാറ്റിംഗ് കോൾസ് ആൻഡ് എക്കോലൊക്കേഷൻ. അത് നമുക്ക് അവർക്ക് അതിൻ്റേതായിട്ടുള്ള സാധാരണ ആ സ്ഥലത്തുണ്ടാകുന്ന സൗണ്ടുകൾ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് അവരെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. Effect on non-living things. Then noise boom can crack the walls of the building. Then hills. Sonic booms can break window pane and building. നല്ല സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ വിൻഡോ ഒക്കെ ബ്രേക്ക് ആയിട്ട് പൊട്ടാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന അതിൻ്റെ എഫക്റ്റുകൾ, സൗണ്ട് പൊല്യൂഷൻ്റെ എഫക്റ്റുകൾ. ഓക്കെ, താങ്ക് യു.